പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഒരു സുപ്രഭാതം. ജൂലൈ മാസം 3 ബുധനാഴ്ച. വേഗതയുണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം വേഗത വേണം. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, നടന്നാൽ എത്തൂല എന്ന് തോന്നിയാൽ ഓടാൻ പഠിക്കണം. നിൽക്കരുത്, ഓടുക എന്നുള്ളതാണ്. നിരന്തരമായി ഓടുക. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ ആ റെസ്റ്റിലും ചെറുതായിട്ടെങ്കിലും ചലിച്ചുകൊണ്ടേയിരിക്കണം. ചലനമില്ലാത്തത് ലോകത്തിൽ ഒന്നുമില്ല, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മറേഷാലിൻ്റെ ഇൻഡിക്കേഷൻ എന്നൊക്കെ പറയാം, അത് ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. ചലനമുണ്ട് എല്ലാത്തിനും. അൺമൂവ്ഡ് മൂവറുണ്ട്, പക്ഷേ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അത് വേറൊരു സംഭവം പിന്നെ പറയാം. ഭൂമി ചലിക്കുന്നത് എത്ര? 67,000 കിലോമീറ്റർ വേഗതയിലാണ് ഒരു മിനിറ്റിൽ ഭൂമി സഞ്ചരിക്കുന്നത്. പ്രകാശം എത്രയാണ്? 1,86,000 മൈൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. നമ്മളോ? ബുദ്ധിയും ദൂരവും ചിന്തയൊക്കെയുള്ള നമ്മളും ചലിക്കണം. വേഗത കൊണ്ട് ചലിക്കണം. ഇത് ഞാൻ പറയാനുള്ള കാരണം അറിയാം. ഇനിയും നമുക്ക് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ പരിമിതമായ വർഷമുള്ളൂ. നിങ്ങൾ ഇനി ഏറിയാൽ ഒരു 70 വർഷം അല്ലേ? ഈ 70 വർഷം ഇതിൻ്റെ 365 ഇന്ന് കൂട്ടിക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയാം. ഇനിയും നമുക്ക് റെസ്റ്റ് എടുക്കാനല്ല, നേടിയെടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വേഗത എന്നത് നമ്മുടെ ആവശ്യമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണെങ്കിലും വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരാൾക്കാണെങ്കിലും, വാർദ്ധക്യമൊരു സംഭവമൊന്നുമില്ല. നമുക്ക് ശരീരം അത്രമാത്രം കേപ്പബിളായിട്ട് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. ഇക്കിഗായി വായിക്കുക. 120 കൊല്ലം വരെ ജീവിക്കുന്ന ജാപ്പനീസുകാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പം വേഗതയാണ് ഇപ്പോൾ ആവശ്യം. ആർക്കും എന്തും ചെയ്യാൻ വേഗതയാണ്. 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന 1.1 സെക്കൻഡ് എടുക്കരുത്. സാധിക്കുമെങ്കിൽ 59 സെക്കൻഡ് കൊണ്ട് അത് തീർക്കാൻ പരിശ്രമിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഭയം വല്ലാതെ അലട്ടുന്നുണ്ടോ? ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. 1. 2. ഭയമില്ലാത്ത മനുഷ്യർ ലോകത്തില്ല. ഞങ്ങൾക്കൊന്നും ഭയമില്ല എന്നൊക്കെ ചിലരൊക്കെ പറയും. ചുമ്മാതാണ്. ധീരനായ യോദ്ധാവ് പോലും അവൻ്റെ മനസ്സിൽ ഭയമുണ്ട്. അങ്ങനെ യാതൊരു സംശയമില്ല. ഭയം മനുഷ്യ സഹജമാണ്. പക്ഷെ ഭയം കൊണ്ട് പേടിച്ചോടുന്നവൻ ജീവിതത്തിൽ പരാജയപ്പെടും. ഭയത്തെ നേരിടാൻ തൻ്റെ ഇടത്തോടെ നിന്നാൽ അവിടെ ഭയം നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് തീക്കൊള്ളി വാരി എറിഞ്ഞ് കളിച്ചവനെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് പേടിപ്പിക്കാൻ പോകും, നടക്കില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭയത്തെ അകറ്റി നിർത്തിയാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 2 തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. ഒന്ന് പുറത്തുനിന്ന് വരുന്ന ശബ്ദം, ഒന്ന് അകത്തുനിന്നുള്ള ശബ്ദം. ഈ അകത്തുനിന്നുള്ള ശബ്ദം നിങ്ങൾ കേൾക്കണം. കാരണം വാട്ട് യു ആർ, താങ്കൾ ആരാണെന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്ന ശബ്ദമാണ് അകത്തുനിന്നുള്ള ശബ്ദം. താങ്കൾ അപാരമായ കഴിവുള്ളതാണ്, അപാരമായ ശക്തിയുള്ളതാണ്. ഈ ശക്തിയെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവാണ് ഉൾവിളി കേൾക്കുക. ഈ ഉൾവിളി പലപ്പോഴും കേൾക്കില്ലാരും. കാരണം എന്താ അറിയോ? നമ്മൾ എന്നും കാണുന്ന സുഹൃത്തുക്കൾ, എന്നും ഇടപെടുന്നവർ, അവരോടൊപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുകയും സ്ഥിരമായിട്ട് അതിൽ തന്നെ നിൽക്കുകയും ചെയ്ത് അവരുടെ വിളി മാത്രമേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് ചില കൂട്ടുകെട്ടുകൾ പൊളിച്ചടുക്കിയിട്ട് നമ്മുടെ മനസ്സിൽ ഈ ഉൾവിളി കേട്ട മനുഷ്യർ ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്. അതൊന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ഭയത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഉൾവിളി മനസ്സിലാക്കുക. ഈ രണ്ടാമത്, പ്രകൃതിയിൽ നിന്ന് കേൾക്കാനാണ് നമുക്ക് ചെവി തന്നേക്കുന്നത്. ചെവി എന്തിനാണ്? ചെവിക്കകത്ത് കമ്മലിട്ട് അടക്കാനല്ല. ചെവിക്ക് സുഷിരം തന്നേക്കുന്നത് കേൾക്കാനാണ്, സാംശീകരിക്കാനാണ്, ദർശനങ്ങളുടെ ഉള്ളിലേക്ക് പോകാനാണ് ചെവി തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭയത്തെ അകറ്റാൻ പുറത്തുനിന്നുള്ള ശബ്ദത്തെ കൃത്യമായി നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഭയം നമുക്ക് എന്തിനാ? ചത്ത് കഴിഞ്ഞ് ശവമായി കിടന്നാൽ പോരെ. ജീവിച്ചിരിക്കുമ്പോൾ ശവമായി നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചത്തു കഴിഞ്ഞ് ആവട്ടെ, കിടക്കാം. ഇപ്പോൾ നീ പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. ഈ ശക്തി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്കിനി പോകാൻ ഒരുപാട് ദൂരമുണ്ട് എന്ന് ചിന്തിക്കാം. അതിനാൽ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ട 3 കാര്യം കൂടെ പറഞ്ഞാൽ ഇപ്പോൾ അവസാനിപ്പിക്കാം. സുഹൃത്തെ, 1. നിങ്ങൾ ജനിച്ചത് സാധാരണക്കാരനെ പോലെ മരിക്കാനല്ല. നിങ്ങൾ എഴുതിയതും വായിച്ചതും പഠിച്ചതും ഒരു കൂജയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കുടത്തിനകത്ത് അടച്ചു വെക്കാനല്ല. നാവ് നമ്മൾ ഉലയിൽ കൊണ്ട് അല്ല ഉരുക്കി തീഷ്ണതയുള്ളതാക്കിയത്. വായിച്ചും പഠിച്ചും അഗ്നിക്കകത്ത് സ്ഫുടം ചെയ്തെടുത്താണ് തൻ്റെ നാവും തലയും. ഇത് മറക്കാതിരിക്കുക. ഇത് മറക്കാതിരുന്നാൽ തന്നെ കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പുറത്തുനിന്ന് ആർക്കും സാധിക്കില്ല. ജോൺസൺ കരൂർ.